നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വേടനാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഒരു വിഭാഗം വേടനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന പോസ്റ്റുകൾ ഇടുന്നു, അല്ലെങ്കിൽ കമൻറ്റുകൾ ഇടുന്നു. മറ്റു ചിലർ ഇപ്പോൾ വേടനെതിരെ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ്. ഏതായാലും കസ്റ്റഡിയിലെടുത്ത റാപ്പർ വേടനെ കോടതിയിൽ ഹാജരാക്കും. ഏതായാലും അതിനുശേഷം ഫ്ളാറ്റിൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ വേടനും അയാളുടെ 8 കൂട്ടുകാർക്കും സ്റ്റേഷൻ ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. രഹസ്യവിവരത്തെ തുടർന്ന് വൈറ്റിലയിലുള്ള വേടന്റെ ഫ്ളാറ്റിൽ തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസാണ് പരിശോധന നടത്തിയത്. പുലിപ്പല്ല് ലോക്കറ്റായി ഉപയോഗിച്ച മാല കണ്ടെത്തിയപ്പോൾ വനവകുപ്പിനെ അറിയിക്കുകയായിരുന്നു. ഇത് തായ്ലാൻഡിൽ നിന്ന് വാങ്ങിയതാണെന്നായിരുന്നു വേടൻ ആദ്യം മൊഴി നൽകിയത്. പിന്നീട് തമിഴ്നാട്ടിലുള്ള ആരാധകൻ തന്നെയാണ് തന്നതാണ് ഇതെന്നാണ് സമ്മതിച്ചിരിക്കുന്നത്. നിയമവിരുദ്ധമായി പുലിപ്പല്ല് കൈവശം വെച്ചതിനാണ് വേടനെതിരെ വനംവകുപ്പ് ഇപ്പോൾ ഇതിന് പുറമെ കേസെടുത്തിരിക്കുന്നത്. 1 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ജാമ്യം ലഭിക്കാത്തതും ജാമ്യം ലഭിക്കുന്നതുമായ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ഫ്ളാറ്റിൽ കണ്ടെത്തിയത് വളരെ ചെറിയ അളവിലുള്ള കഞ്ചാവായതിനാൽ ജാമ്യം ലഭിച്ച വേടനെ കോടനാട് റേഞ്ച് ഓഫീസിലേക്ക് ഇന്നലെ രാത്രി തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫ്ളാറ്റിൽ നിന്ന് ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഇവ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് വാങ്ങിയതാണെന്നാണ് വേടൻ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ആയുധങ്ങൾ വാങ്ങിയതിന്റെ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. ഇതിൽ പോലീസ് കേസെടുക്കില്ല. 9.5 ലക്ഷം രൂപയും പിടിച്ചെടുത്തിരുന്നു. സ്രോതസ് കാണിച്ചാൽ പിടിച്ചെടുത്ത 9.5 ലക്ഷം രൂപയും വിട്ടു നൽകും. തന്നെ കുടുക്കിയതല്ലെന്നും സംഭവത്തിൽ ഗൂഢാലോചനയില്ലെന്നാണ് വേടൻ പ്രസ്താവിച്ചിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ കഞ്ചാവ് പിടിച്ചെടുത്തതിനോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുലിപ്പല്ല്, വേടന്റെ മാലയിലുള്ള ഈ ഒരു പുലിപ്പല്ല് പിടിച്ചെടുത്തതാണ് അതിലേറെ ഗുരുതരമായിട്ടുള്ള ശിക്ഷയായിട്ട് അല്ലെങ്കിൽ കുറ്റകൃത്യമായിട്ട് മാറാൻ പോകുന്നത്. ഇവിടുത്തെ നിയമങ്ങൾ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്നതാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ സെക്ഷൻ 57 പ്രകാരം തൻ്റെ പക്കൽ എങ്ങനെയാണ് പുലിപ്പല്ല് വന്നതെന്ന് തെളിയിക്കേണ്ട ചുമതല റാപ്പർ വേടന് തന്നെയാണ്. വന്യമൃഗം, കൂട്ടിലാക്കിയ മൃഗങ്ങളുടെ മാംസം, ഉണക്കാത്ത തലയും മറ്റു ഭാഗങ്ങളും, കൊമ്പ്, പല്ല് തുടങ്ങിയവ കൈവശം വെച്ചതായി കണ്ടെത്തിയാൽ അതിൻ്റെ ഉറവിടം നിയമവിധേയമായതാണെന്ന് ഉടമസ്ഥർ തന്നെ തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വേടൻ ഇവിടെ തനിക്ക് ഇത്തരത്തിൽ അത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത്, അതിൻ്റെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് തെളിയിക്കേണ്ടത് വേടൻ്റെ ഉത്തരവാദിത്തമാണ്. വേടന് തൻ്റെ പക്കലുള്ള പുലിപ്പല്ല് നിയമപരമായ രീതിയിൽ കയ്യിലെത്തിയതാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വളരെ ഗുരുതരമായ നിയമവിരുദ്ധമായി കൈവശം വെച്ചതായും കണക്കാക്കപ്പെടും. ഇത് കുരുക്കായി മാറുകയും ചെയ്യും. പുലിപ്പല്ല് കൈമാറിയത് രഞ്ജിത്ത് കുമ്പടി എന്ന ആളാണെന്നാണ് റാപ്പർ വേടന്റെ മൊഴി. ചെന്നൈയിൽ വെച്ചാണ് കൈമാറിയത്. ഇയാൾ മലേഷ്യയിൽ സ്ഥിരതാമസക്കാരനാണെന്നും പറഞ്ഞിട്ടുണ്ട്. വേടന്റെ മൊഴി വനംവകുപ്പ് വിശദമായി തന്നെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമാണ് കൈമാറിയതെന്ന മൊഴിയും പോലീസിന് നൽകിയിട്ടുണ്ട്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നടക്കും. ഇയാൾക്കിത് എവിടെ നിന്ന് കിട്ടി എന്നതടക്കം അന്വേഷിക്കുമെന്നാണ് വിവരം. കേസ് അതീവ ഗൗരവമായി തന്നെയാണ് വനംവകുപ്പ് കാണുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ വേടനെതിരെ കേസെടുത്ത് കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമെടുത്തത്. അതേസമയം 3 വർഷത്തിലധികമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വേടൻ സമ്മതിച്ചിട്ടുണ്ട്. നിർത്തണമെന്ന ആഗ്രഹമുണ്ടെങ്കിലും സാധിച്ചില്ല. ലഹരി ഉപയോഗിക്കുന്നതിനെ താൻ പ്രോത്സാഹിപ്പിക്കാറില്ലെന്നും വേടൻ പോലീസിനോട് പറഞ്ഞു. പിടിക്കപ്പെടുമെന്ന് കരുതിയില്ലെന്നും ചോദ്യം ചെയ്യലിൽ വേടൻ പറഞ്ഞു. പോലീസ് പിടികൂടിയ ശേഷം ഫ്ളാറ്റിൽ വെച്ചാണ് പോലീസിനോട് വേടൻ ഇക്കാര്യം പറഞ്ഞത്. വേടനെതിരെ ലഹരി ഉപയോഗം, ഗൂഢാലോചന വകുപ്പുകളാണ് ചുമത്തിയത്. കേസിലെ 2ാം പ്രതിയാണ് വേടൻ. കഞ്ചാവ് ഉപയോഗത്തിനിടെയാണ് വേടനടക്കം 9 പേർ പിടിയിലായതെന്നാണ് FIR പറയുന്നത്. കേസിൽ റാപ്പർ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം ലഭിച്ചിരുന്നു. വേടന്റെ മാലയിലെ പല്ല് പുലിപ്പല്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് ഗായകൻ കൂടുതലായിട്ട് കുടുങ്ങുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം കടുവയുടെ പല്ല് അലങ്കാരമായി കൈവശം വെക്കുന്നതോ ധരിക്കുന്നതോ ഗുരുതരമായ കുറ്റമാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവി എന്ന നിലയിൽ കടുവയ്ക്ക് പ്രത്യേക പദവിയുണ്ട് എന്നതിനാൽ കുറ്റത്തിന്റെ ഗൗരവം കൂടുന്നുണ്ട്. അവയുടെ ശരീരഭാഗങ്ങളുടെ വ്യാപാരവും കൈവശം സൂക്ഷിക്കലുമെല്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ളതാണ്. പ്രത്യേക അനുമതിയില്ലാതെ ഷെഡ്യൂൾ 1 പട്ടികപ്പെടുത്തിയിരിക്കുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് നിരോധിക്കുന്ന 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 9 പ്രകാരമുള്ള കുറ്റാരോപണവും ഉണ്ടായേക്കാം. ഇത് തമിഴ്നാട്ടിലെ ആരാധകരെ പിടികൂടുന്നതിനനുസരിച്ച് വ്യക്തമാക്കാനുള്ള കാര്യമാണ്. 1972 വന്യജീവി നിയമത്തിലെ സെക്ഷൻ 9 പറയുന്നത് ഏതെങ്കിലും വന്യമൃഗത്തെ വേട്ടയാടുന്നത് നിരോധിച്ചിട്ടുണ്ട്. വന്യമൃഗങ്ങളുടെ പല്ല് പോലുള്ള ഭാഗങ്ങൾ സർക്കാർ സ്വത്തായി കണക്കാക്കുന്നുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ വകുപ്പ് 39(1)(c) ഇവ അനധികൃതമായി കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. ഈ വകുപ്പ് പ്രകാരം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത
ആനക്കൊമ്പ്, അത്തരം ആനക്കൊമ്പ് ഉപയോഗിച്ച് നിർമ്മിച്ച വസ്തുക്കൾ എന്നിവയുൾപ്പെടെ ഏതൊരു വസ്തുവും കേന്ദ്ര സർക്കാരിന്റെ സ്വത്തായി മാറും. ഈ നിയമത്തെയോ അനുബന്ധ നിയമങ്ങളെയോ ലംഘിക്കുന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ വകുപ്പ് 39(c)യിൽ ചുമത്തപ്പെടും. തുടർന്ന് സർക്കാരിന് ഈ വസ്തുക്കൾ കൈവശപ്പെടുത്താം. ഏതായാലും 3 മുതൽ 7 വർഷം വരെ തടവും കുറഞ്ഞത് 10,000 രൂപയും ഈ കുറ്റങ്ങൾക്ക് ലഭിച്ചേക്കാം. കുറ്റകൃത്യങ്ങൾ ആവർത്തിച്ചാൽ ഈ പിഴയും മറ്റു ശിക്ഷകളും വർദ്ധിക്കും. സംഗീത പരിപാടികൾക്കുൾപ്പെടെ പതിവായി കഴുത്തിൽ അണിയുന്ന മാലയാണ് വേടനെ ഇപ്പോൾ കുരുക്കിലാക്കിയിരിക്കുന്നത്. കഞ്ചാവ് പിടികൂടിയതിനോടൊപ്പം വേടന്റെ ഫോണും കഴുത്തിലെ മാലയടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അരിവാളിനോട് സാമ്യമുള്ള ആയുധവും കത്തിയുമാണ് ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. എന്നാൽ ഇത് ഓൺലൈനിൽ വാങ്ങിയതാണെന്ന് വേടൻ തെളിയിച്ചു. ലഹരി ഉപയോഗം സ്ഥിരീകരിക്കാൻ വേടനെയും കൂട്ടാളികളെയും ലഹരി പരിശോധനയ്ക്ക് വിധേയരാക്കുകയും ചെയ്തു. വേടന്റെ സംഗീത പരിപാടിക്ക് ആരാധകരേറെയാണ്. കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നിശാഗന്ധിയിൽ നടന്ന സഹകരണ എക്സ്പോയിലും വേടന്റെ സംഗീത പരിപാടി ഉണ്ടായിരുന്നു. ഈ പരിപാടിക്ക് നിശാഗന്ധി ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിനും ഉൾക്കൊള്ളാനാകാത്ത അത്രയും യുവാക്കളാണ് ഒഴുകിയെത്തിയത്. ഹിരൺദാസ് മുരളി എന്ന തൃശൂർ സ്വദേശിയാണ് വേടൻ എന്ന പേര് സ്വീകരിച്ച് റാപ്പ് മേഖലയിൽ പേരെടുത്തത്. മ്യൂസിക് ഷോകളിൽ വസ്ത്രം കൊണ്ടും വ്യത്യസ്തനാണ് വേടൻ. ദളിത് രാഷ്ട്രീയം പച്ചയ്ക്ക് പറയുന്ന ഗായകൻ എന്നാണ് ആരാധകർ വേടനെ വിശേഷിപ്പിച്ചത്. പല പാട്ടുകളും അതിൽ വേടൻ എഴുതി അതിലുള്ള വരികളൊക്കെ തന്നെ വളരെ പെട്ടെന്നാണ് പുതിയ തലമുറ ഏറ്റെടുത്തത്. സംവിധായകൻ ഖാലിദ് റഹ്മാൻ കഞ്ചാവ് കേസിൽ പിടിയിലായതിന് പിന്നാലെയാണ് കേരളത്തിന്റെ യുവത്വത്തിനെ കാർന്നു തിന്നുന്ന ലഹരി കേസിൽ മറ്റൊരു സെലിബ്രിറ്റി കൂടി ഇപ്പോൾ അറസ്റ്റിലാകുന്നത്. അടുത്തിടെ നടന്ന സ്റ്റേജ് ഷോകൾക്കിടെ രാസലഹരിക്കെതിരെ വേടൻ സംസാരിച്ചതും അറസ്റ്റിനോടൊപ്പം ചർച്ചയാകുന്നുണ്ട്. സ്റ്റേജ് ഷോയ്ക്ക് എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ വേടനെ കാണാനായിട്ട് അല്ലെങ്കിൽ പരിപാടി കാണാൻ എത്തിയിട്ടുള്ള യുവ തലമുറയോട് ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നും വേടൻ പറയുന്നുണ്ട്. നിരവധി മാതാപിതാക്കൾ തൻ്റെ അടുത്ത് വന്ന് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് കരയുന്നുവെന്നും വേടൻ പറയുന്നുണ്ട്. നിങ്ങളുടെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും വേടൻ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വേടൻ അറസ്റ്റിലായപ്പോൾ അന്ന് പറഞ്ഞിട്ടുള്ള ഈ വാചകങ്ങളും അതുപോലെ ഇപ്പോൾ അറസ്റ്റിലായതിന് പിന്നാലെ വേടനെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ട്രോളുകളും വിമർശനങ്ങളുമാണ് വേടനെതിരെ ഉയരുന്നത്. ഏതായാലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് പരസ്യമായി വേടൻ സമ്മതിച്ചിട്ടുണ്ട്. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകവേ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയവെയാണ് വേടൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സമ്മതിച്ചിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ മറ്റുള്ള നടപടികളിലേക്ക് കടക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ കുരുക്ക് വീഴാൻ പോകുന്നത് വേടൻ ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിമർശനങ്ങൾക്കാണ്. അതിനെതിരെ എന്തായാലും വേടൻ അത് തെളിയിക്കേണ്ടിയിരിക്കുന്നു.